ഇപ്പോൾ ഈ ട്രംപിനെ സംബന്ധിച്ചോ US അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചോ ഇറാൻ അല്ലെങ്കിൽ ഇങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാത്തവരൊന്നും അല്ല. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഒരു പ്രഷർ പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യും എന്നുള്ളത് ലോകത്തിൽ ഇവിടുത്തെ സോഷ്യൽ മീഡിയയിലെ പിള്ളേർക്ക് വരെ അറിയാന്നുള്ളൊരു കാര്യം തരും. അത് മാത്രമല്ല അപ്പൊ ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ബ്ലോക്ക് ചെയ്യുക, GCC കൺട്രീസ് അതായത് OPEC പ്ലസ് രാജ്യങ്ങളെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് ഇറാൻ ചെയ്യും എന്നുള്ള കാര്യം ലോകത്തെല്ലാവരും അറിയുമായിരുന്നു. എന്നിട്ടും ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതാണ്. അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ട്രംപ് എന്ന് പറയുന്നത് വളരെ ഷ്രൂഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് മാൻ ആണ്, ട്രാൻസാക്ഷണൽ ആയിട്ടുള്ള പ്രസിഡന്റ് ആണ്. അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെങ്കിലും അതിന്റെ പുറകിൽ എണ്ണ കച്ചവടമേ ഉള്ളൂ. ഇപ്പൊ വെനിസ്വേലയുടെ ഓയിൽ അസറ്റ്സ് എന്തുകൊണ്ടാണ് ട്രംപ് എടുത്തത്? അതാണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. അതായത് വെറുതെ അയാൾ അത് എടുക്കില്ല. എന്നിട്ട് എന്താ, വെനിസ്വേലൻ ഓയിലിന്റെ ആദ്യത്തെ 50 മില്യൺ മുതൽ 60 മില്യൺ ബാരൽ വരെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ സ്പോട്ട് പ്രൈസിൽ വിൽക്കാനുള്ള അധികാരം അമേരിക്കയ്ക്കാണെന്ന് മാത്രമല്ല, ഇതിന്റെ പ്രോഫിറ്റ് വെനിസ്വേലയായിട്ട് അമേരിക്ക ഷെയർ ചെയ്യും എന്നുള്ളതാണ് അതിന്റെ എഗ്രിമെന്റ്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പൊ ലോകത്തെ സിറ്റുവേഷൻ എന്താ? ഇറാനിന്റെ സാങ്ഷൻഡ് ഓയിലാണ് അല്ലെ? ഇറാൻ സാങ്ഷൻഡ് ഓയിലാണ്. അവർ വിൽക്കുന്ന ആർക്കാ? ചൈനയ്ക്ക് മാത്രമേ വിൽക്കുന്നുള്ളൂ. OPEC രാജ്യങ്ങളിലെ ഗൾഫ് രാജ്യങ്ങൾ കംപ്ലീറ്റ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് വഴി ട്രാൻസ്പോർട്ട് ചെയ്ത്, കംപ്ലീറ്റ് എന്നല്ല, പൈപ്പ് ലൈൻ ഉണ്ടെങ്കിലും സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് അവർക്കൊരു ഇന്റഗ്രൽ പോയിന്റ് ആണ്. അത് ചോക്ഡായി. അപ്പൊ ഏതാണ് ഇന്റർനാഷണൽ വാട്ടേഴ്സിൽ കിടക്കുന്ന ഏറ്റവും കൂടുതൽ ഓയിലും ഗ്യാസും? അമേരിക്കയുടെയും അമേരിക്ക ഉപയോഗിക്കുന്ന വെനിസ്വേലൻ ഓയിലിന്റെയുമാണ് ഇപ്പൊ കിടക്കുന്നത് എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഈ 50 തൊട്ട് 60 മില്യൺ വരെയുള്ള ഈ ബാരൽ ഓഫ് ഓയിൽ ഇന്ന് $120 വിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യണത് അമേരിക്കയാണെന്നും ഈ 30 ദിവസം ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് മേടിക്കാൻ തന്നത് ആ സമയം കൊണ്ട് നമ്മൾ 30 ദിവസം കൊണ്ട് അമേരിക്കയായിട്ടുള്ള സപ്ലൈ ചെയിൻ റെഡിയാക്കാനും വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ സംശയിച്ചാൽ അതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളതാണ് കാര്യം. ഇതിനകത്തുള്ള ഏക ബെനിഫിഷ്യറി ആയിട്ട് വരുന്നത് ഇപ്പോൾ അമേരിക്കൻ ഓയിൽ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതും അദ്ദേഹം $70 കിടന്നേനെ, അല്ലെങ്കിൽ പോട്ടെ $60 പെർ ബാരലിൽ കിടന്നേനെ, അദ്ദേഹം ഇന്ന് വിൽക്കുന്നത് ഡബിൾ ദ പ്രൈസിലാണ് എന്നുള്ള. അപ്പൊ വെനിസ്വേല പിടിച്ച കാലം മുതൽ ഇന്നേ വരയ്ക്കും ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് അതിൻ്റെതായ ട്രാൻസാക്ഷൻ അദ്ദേഹത്തിന് ജയിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. സോ ആ പ്രോഫിറ്റ് ആണ് ശരിക്കും പറഞ്ഞത്. കാര്യം അദ്ദേഹത്തിനെ സംബന്ധിച്ച് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. ആ സുപ്രീം കോടതിയിൽ തോറ്റ് പൊള്ളി നാണം കെട്ട് നിൽക്കുന്ന ട്രംപിന് ഈ വരുന്ന മിഡ് ടേം ഇലക്ഷൻ ഫേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ അമേരിക്കൻ ജനതയ്ക്ക് ഒരു റവന്യൂ സോഴ്സ് കാണിച്ചു കൊടുക്കണം എന്നുള്ളത് അദ്ദേഹത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം വെനിസ്വേലൻ ഓയിൽ ഉപയോഗിച്ച് ഈ സിറ്റുവേഷനിൽ അവിടെ ഒരു ചോക്കിംഗ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇത് പ്രോഫിറ്റബിൾ ആയിട്ട് വിൽക്കും എന്ന് അദ്ദേഹത്തിന് അറിയാം. എന്തുകൊണ്ട് ട്രംപ് ഇപ്പൊ ഇസ്രായേലിന്റെ കൂടെ കൂടി ഇത് ചെയ്യാൻ പറ്റി? വെനിസ്വേലൻ അസറ്റ് എടുത്തതിന് ശേഷം അവിടെയാണ് നമുക്ക് ഈ പ്രോബ്ലം വരുന്നത്. യഥാർത്ഥത്തിൽ അമേരിക്കയെ മോട്ടിവേറ്റ് ചെയ്തത് പുറമേ പറയുന്നത് ഓയിൽ ഇൻട്രസ്റ്റ് ആണ്, സെക്യൂരിറ്റി കൺസേൺസ് ആണ്, ഇസ്രായേലിന്റെ താല്പര്യങ്ങളാണ്. ഇതിലാണ് കൂടുതൽ ട്രാക്ഷൻ കിട്ടുന്നത്. പക്ഷേ there is a deeper side to it. The deep state American interest, Trump's own interest, ഇത് രണ്ടും ഒരു പോയിന്റിൽ കൺവേർട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഡോളർ, പെട്രോ ഡോളർ ആണ് യഥാർത്ഥ വില്ലൻ. ഇവിടെ പെട്രോ ഡോളർ നിലനിർത്തണമെങ്കിൽ ക്രിങ്കിനെ ക്രംബിൾ ചെയ്യണം. ചൈന, റഷ്യ, ഇറാൻ ആൻഡ് നോർത്ത് കൊറിയ മേ ബി എ പുഷ് ഓവർ, മാറ്റി നിർത്തുക. റഷ്യ ഈസ് എൻ ഓയിൽ പവർ, ചൈന ഈസ് എൻ ഓയിൽ ബൈയിങ് കൺട്രി, ഇറാൻ ഈസ് എൻ ഓയിൽ എക്സ്പോർട്ടർ. ഈ രാജ്യങ്ങളുടെ സ്കീം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഡീഡോളറൈസേഷൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.